വേടന്റെ വിവാഹമായിരുന്നു. അപ്പൊ ആ കോണ്ടന്റ് ആണ് ഇന്ന് ചെയ്തിട്ട് ഏറ്റവും അവസാനമായിട്ട് ചെയ്തത് ആ കോണ്ടന്റ് ആണ്. അപ്പൊ ആ ഒരു കോണ്ടന്റ് വരുന്നു. ഞാൻ ഫിക്ഷണൽ ആയിട്ട് പറയുകയാണെ, സാങ്കല്പികമായിട്ട് ഒരു വായു മലിനീകരണത്തിന്റെ ഒരു പ്ലാന്റിന്റെ ഒരു ഫാക്ടറിയുടെ വാർത്തയും സീക്രട്ട് ഏജന്റിലേക്ക് വരുന്നു. ഏതിനായിരിക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക? ഓബിയസ്ലി വേടന്റെ കോണ്ടന്റ് ആയിരിക്കും. കാരണം വായു മലിനീകരണത്തിന്റെ കോണ്ടന്റ് ഡെപ്തിൽ അറിയണം. എവിടെ, എങ്ങനെ, എന്ത് നടന്നു, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പുറം, ഏത് രീതിയിലാണത്, അതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി നോളജ് അക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വേടന്റെ കോണ്ടന്റ് ഈസ് ലൈക്ക് എന്താ പറയാ, സോഷ്യൽ മീഡിയ ബസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എനി ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പും പല സെലിബ്രിറ്റീസിനും കല്യാണം നടന്നപ്പോൾ ഇതേപോലെ കമന്റുകൾ വന്നിട്ടുണ്ട്, വേടൻ കോൺട്രവേഴ്ഷ്യൽ ആണ്. സോ ആദ്യം മുതലേ ആ ട്രാക്ക് എനിക്കറിയാം. എനിക്ക് അത്ര സമയം വേണ്ട അത് ചെയ്യാൻ. സോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റാണ്. അപ്പൊ ഞാനത് വാട്ട് കംസ് ദാറ്റ് സർവ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അത് ചെയ്യും. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. വേടൻ എന്ന ആർട്ടിസ്റ്റ്, വേടൻ എന്ന മനുഷ്യൻ. വേടൻ എന്ന ആർട്ടിസ്റ്റ്. എന്തുകൊണ്ട് വേടൻ എന്ന ആർട്ടിസ്റ്റ്? എനിക്ക് ആ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ പറയുന്ന ആ ഒരു രാഷ്ട്രീയം, അപ്പൊ അയാളതാണോ ഒന്നും എനിക്കറിയില്ല. കാരണം പല സാഹചര്യങ്ങളും സീരിയസ്ലി ഞാൻ വീഡിയോയിൽ പറയുന്ന പോർട്രേറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയല്ല ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഞാൻ ഷോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്നെ ഇപ്പുറത്ത് വെച്ച് അത് ജഡ്ജ് ചെയ്ത് ഇവൻ അത് തന്നെയല്ലേ എന്നുള്ളൊരു സംശയത്തോട് കൂടി നോക്കും. വേടന്റെ കാര്യത്തിൽ വേടൻ പറയുന്ന നിറത്തിന്റെ രാഷ്ട്രീയം, സ്ത്രീ സംരക്ഷണം, ദളിത് പൊളിറ്റിക്സ്, വലിയവൻ ചെറിയവൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്. ഇയാളുടെ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്ക്, പലതും മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്കറിയാം പല മഹാനായ കലാകാരന്മാരും പിന്നെ അവരില്ലാത്തൊരു കാലത്ത് അവരുടെ കൃതികളും അവരുടെ എഴുത്തുകളൊക്കെ വേറൊരാളെ സബ് വെച്ച് എഴുതിച്ചതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ആ രീതിയിലാണെങ്കിലോ. പക്ഷെ ഷേക്സ്പിയറിന്റെ ഒരു കൂട്ടം ആളുകളാണെന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെന്ന് നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം എനിക്ക് അങ്ങനത്തെ വേരിയേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് ഓപ്പൺ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേടന്റെ കാര്യത്തിൽ നാളെ അങ്ങനെയാണെങ്കിലോ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ വേടന് വേണ്ടി വരികൾ എഴുതുന്ന വേറെ ആരെങ്കിലും ആണോ എന്ന് ചെറുതായി സംശയം തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പൊതുവേദികളിലൊക്കെ സംസാരിക്കുമ്പോഴും അതേ ഡെപ്തിൽ സംസാരിക്കാനായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഡെപ്ത് ആദ്യം 2018-19 CA വരുന്ന സമയത്ത് ആ ടൈം മുതലുള്ള വേടന്റെ ഡെപ്തിലുള്ള സംസാരങ്ങളും ഇപ്പൊ സംസാരിക്കുന്നതും ഒരേ കാര്യങ്ങളാ. ഒരേ ടോപ്പിക്, ഒരേ കാര്യങ്ങൾ. അയാൾക്ക് പ്രത്യേകിച്ച് അതിനൊരു അപ്ഡേറ്റഡ് വേർഷൻസ് ആയിട്ട് അയാളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പറയുന്നതും ഒരേ കാര്യമാണ്. ഞാൻ ബ്രോനോട് ചോദിക്കട്ടെ, നമ്മളെ നാട്ടില് അപ്പോ നിറത്തിന്റെ അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദേർ. ജാതീയമായ ഡിസ്ക്രിമിനേഷനേക്കാൾ കൂടുതൽ അടിമത്വം വരുന്നത് എവിടെയാ? ഒരു കമ്പനിയിലാണ്, ഒരു ക്ലാസ് റൂമിലാണ്, അല്ലേ? അല്ലാതെ ജാതീയമായ അടിമത്വം അതുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. ഇപ്പോഴും നമുക്ക് അടിമത്വം കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാ? ഞാൻ ഇപ്പൊ പോയിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യണു, ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണ്, എന്റെ മുകളിലുള്ളവർ എന്നെ അടിമയാക്കി ട്രീറ്റ് ചെയ്യും. അതെ. അപ്പൊ ഇതന്നെ കോളേജിലും സ്കൂളിലും വേണ്ട. നമ്മള് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആൾക്കാരെ സർവ് ചെയ്യാനാ പോലീസുകാരിയിരിക്കുന്നത്, പക്ഷെ നമ്മളെ കാണുന്ന ഒരു അടിമയായിട്ടായിരിക്കും. ഈ രാഷ്ട്രീയമാണ് പറയേണ്ടതാണ്. അതാണ് ഇപ്പൊ റെലവെന്റ് എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും അപ്ഡേറ്റ് ആവാത്ത വേടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയാ ജാതീയമായ ആ ഒരു അടിമത്തത്തിനെ കുറിച്ചാണ്. ഈ വേടന്റെ ടോപ്പിക് സീക്രട്ട് ഏജന്റ് സംസാരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് രണ്ടിടങ്ങളിലൊക്കെ ഇപ്പൊ വേടൻ അതിക്രമം കാണിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ കേസസ് എനിക്കറിയാം, ഞാൻ അതിനെപ്പറ്റി ഡീപ്പായി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും വേടൻ അങ്ങനെ ആ വിധത്തിൽ സീക്രട്ട് ഏജന്റ് ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിൽ പഠനങ്ങളിൽ അങ്ങനെ ഒരു സീരിയസ് ഒഫൻഡർ തന്നെയാണോ? അങ്ങനെ എനിക്ക് 1-2 ഇന്റർവ്യൂസ് പബ്ലിക് മീഡിയത്തിൽ അവൈലബിൾ ആട്ടോ, യൂട്യൂബ് ചാനലിലുണ്ട്. അത് കണ്ട സമയത്ത് അവരുടെ തുറന്നു പറച്ചിലുകൾ, പിന്നെ അവരെ കണക്ട് ചെയ്യാൻ പറ്റിയ സോഴ്സുകളിലൂടെ, അത് ആരാ എന്താന്ന് വ്യക്തമാക്കാൻ എനിക്ക് താല്പര്യമില്ല, അവരിലൂടെ സംസാരിച്ചപ്പോഴൊക്കെ ഒരേ മോഡസ് ആണ്. അതായത് അപ്രോച്ച് ചെയ്യുന്ന രീതി സെയിം ആണ്, പലരോടും പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമിലർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡസ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം കേസിൽ പറയൂലോ, ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മോഡസ് എല്ലാരോടും ഒരുപോലെയാണ്. ഈ റിപ്പീറ്റഡ്ലി ലൈക്ക് ഒഫൻസ് ചെയ്യുന്ന, ക്രൈം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പെർട്ടിക്കുലർ മോഡസ് അവർ ഫോളോ ചെയ്യും. അത് വേടന്റെ കേസിൽ ഭയങ്കര വിസിബിൾ ആണ്. വേടനിലൊരു വേട്ടമൃഗം പോലെ, വേട്ടക്കാരൻ പോലെ വേടനിലൊരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ്. ഞാൻ മറ്റേ കോട്ട് ഇട്ടിട്ടാട്ടോ പറയുന്നത്.
പ്രെഡേറ്റർ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ റീസെന്റ് കേസുകൾ വന്നിട്ടില്ലല്ലോ. അപ്പോ അതെന്തോ ഉണ്ടോ ഇല്ലേ, അത് വരികയാണെങ്കിൽ വരും, ഇല്ലെങ്കിൽ നല്ലത് ആർട്ടിസ്റ്റിന്, അങ്ങനെ പറയാം. ഈ വേടന് മറ്റ് ഈ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ വിട്ടിട്ട് കുറച്ച് അധിക പ്രിവിലേജ് കിട്ടുന്നത് പോലെ ഡെഫിനറ്റ്ലി ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അയാള് പ്രത്യക്ഷത്തിൽ ഇപ്പോ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. അയാള് നിൽക്കുന്ന വേദികള് ഇപ്പോ ഓബിയസ്ലി കമ്മ്യൂണിസ്റ്റ് വേദികളാണ്. സോ അതും തന്നെ അയാള് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നാളെ LDF സർക്കാർ മാറി UDF സർക്കാർ വന്നാൽ ആ വേദിയിൽ വേടൻ പോയി നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ വേടന്റെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയം അയാൾ ഇതുവരെയായിട്ട് എന്ത് പറഞ്ഞിട്ടില്ല, ഏത് രാഷ്ട്രീയമാണ് അയാളുടെ എന്നുള്ള അയാൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഹീസ് എ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിക്കാണ് ചിന്ത പോണത്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജ് അത് ഇവര് വേടനെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കാം. ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വേടനെ യൂസ് ചെയ്യാൻ, കാരണം അവർക്കൊരു യങ് ഫേസ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കാണിക്കാൻ റിയാസ് അല്ലാതെ വേറൊരു മുഖങ്ങളില്ല, ബാക്കിയുള്ളതൊക്കെ കോമാളി മുഖങ്ങളാണ്. സ്വരാജ് ഒക്കെ യങ് എപ്പോഴാ ബ്രോ ആയ? ജെൻസി ക്രൗഡിനെ ആകർഷിക്കുന്ന ഒരു ക്രൗഡ്, സെലിബ്രേറ്റഡ് ജെൻസി ക്രൗഡിനെ എടുക്കാൻ അവർക്ക് വസീഫിനെ. അപ്പൊ ഞാൻ പറയാം, അവരുടെ സോഷ്യൽ മീഡിയ മുഖങ്ങൾ, ഡിബേറ്റ് ഫേസസ്, ഇവർക്ക് ആർക്കെങ്കിലും ജയിക്കിന് പറ്റുമോ, വസീഫിന് പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സെലിബ്രേറ്റഡ് ഗ്ലാമർ ഫിഗർ വേണം. പണ്ട് കമ്മ്യൂണിസത്തിൽ എന്തായിരുന്നു അറിയോ, ഈവൻ സിനിമാക്കാരുടെ ഇടയിലും കമ്മ്യൂണിസം പറയുന്ന സെലിബ്രിറ്റി മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ അത് കൂടുതലായിട്ടുള്ളത് സംഘപരിവാറിനും BJPക്കുമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് വേടൻ ഒരു നല്ല ടൂളാണ്. അപ്പൊ ഇവര് വേടനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രിവിലേജ് ആര് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്? വേടൻ നന്നായി യൂസും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ജാതിയുടെ രാഷ്ട്രീയം, മതത്തിന്റെ രാഷ്ട്രീയം, നിറത്തിന്റെ രാഷ്ട്രീയം വേണ്ട. ഇന്ന് ഈ കല്യാണത്തിന് വന്ന ഒരു കോമൺ കമന്റ് ഉണ്ട്. കല്യാണം നടന്ന സമയത്ത് തന്നെ എന്താ പറയാ, രാഷ്ട്രീയം അനൗൺസ് ചെയ്യുന്ന പോലെ MV ഗോവിന്ദൻ മാഷ് അനൗൺസ് ചെയ്തു. അപ്പൊ മൊത്തത്തിലൊരു എന്താ പറയാ, പ്രിവിലേജ് ഫ്രം ദ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ അയാൾ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴായിട്ട്. പല വിമൺ ആക്ടിവിസ്റ്റുകളുടെയും ഒരു ഉണ്ട്. ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഒരു ഇഷ്ടം പോലെ വട്ടം എന്താ പറയാ, എന്നുടൽ അണ്ണനുക്ക് ഉയരണ്ണനുക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് ശ്രീലക്ഷ്മി അറക്കലൊക്കെ അങ്ങനെയാ. പാണ്ടിപ്പടയിലെ മറ്റേ പാണ്ടിപ്പട പോലെയാ, ഉയരണ്ണനുക്ക് ഉടലണ്ണനുക്ക് എന്ന് പറഞ്ഞ പോലത്തെ സപ്പോർട്ടാ. അല്ലാതെ അവിടെ വിക്ടിമിന് എന്താ പറയാനുള്ളത്? അതിന്റെ മോഡസ്. ഇപ്പൊ ഷിംജിതയുടെ കേസ് വന്നപ്പോ ഷിംജിതയ്ക്ക് അടിമുടി പോയി സപ്പോർട്ട് കൊടുത്ത ശ്രീലക്ഷ്മി അറക്കല് വേടൻ സ്വന്തം സുഹൃത്താണ്. മനസ്സിലായോ? ആ സുഹൃത്ത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളെ ഇതേ ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്ത് മോശമായ രീതിയിൽ വാഗ്ദാനം കൊടുത്ത് പീഡനം നടത്തി എന്ന് പറയുമ്പോ അവിടെ വിക്ടിമിന് എന്ത് കേൾക്കണം എന്നൊക്കെ അത് കേൾക്കുന്നതിനുപരി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ആ വിക്ടിംസ് എല്ലാം കൂട്ടമായി ചേർന്ന് കാൽക്കുലേറ്റഡ് ആയിട്ട് ഇവനെ തകർക്കാൻ നോക്കുകയാണെന്നുള്ള ഒരു സ്ഥിരം രാഹുൽ ഈശ്വർ ലൈനിലേക്കൊക്കെയാണ് ആര് പോകുന്നത്, ഇവര് പോണത്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നില്ലേ പിന്നെ